ഹലോ നമസ്കാരം, രഞ്ജിത്ത്. അനുഭവങ്ങൾ പാളിച്ചകളിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു പക്ഷേ അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു കഥയാണ്. ഒരു ടീം എന്നെ ട്രെയിനിങ്ങിന് വിളിക്കുന്നു. അത് ട്രെയിനിങ്സ് ചെയ്യാറുണ്ട്. ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഒരു കോർ സർവീസാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 4-5 വർഷങ്ങൾക്ക് മുമ്പാണ് ഒരു ടീം ടീം എന്ന് പറയുമ്പോൾ ഒരു വളരെ സ്ട്രോങ് ആയിട്ട് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഹൗസ് ഹോൾഡ് ഐറ്റംസിൻ്റെ എക്സ്പോർട്ടൊക്കെയാണ് അവർ ചെയ്യുന്നത്. അവർക്കൊരു ബ്രാൻഡുണ്ട്, കേരളത്തിൽ കുറേ റീറ്റെയിൽ ഔട്ട്ലെറ്റ്സ് ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ അവരെന്നെ വിളിച്ചിട്ട് പറയുന്നു, ഞങ്ങളുടെ ഇൻവെസ്റ്റേഴ്സിന് വേണ്ടി ഒരു മോട്ടിവേഷണൽ സെഷൻ വേണം, ഒപ്പം തന്നെ ബിസിനസ്സിൻ്റെ കുറേ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം, അതിനു വേണ്ടിയാണ് നിങ്ങൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. അപ്പോൾ തലേ ദിവസം തന്നെ വന്നോളൂ, ഞങ്ങൾ സ്റ്റേയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും ട്രെയിനിങ്ങിനൊക്കെ പോകുമ്പോൾ തലേ ദിവസം തന്നെ പോകും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഒരു രീതികൾ പഠിക്കാൻ, ചുറ്റുപാടുകളൊന്ന് മനസ്സിലാക്കി വയ്ക്കാം. ഒപ്പം തന്നെ നമുക്ക് വളരെ കംഫർട്ടബിളായിട്ട് ഒരു ടൈമൊക്കെ എടുത്തിട്ട് പെട്ടെന്ന് ഓടിച്ചെന്ന് കയറി ട്രെയിനിങ് ചെയ്യണ്ടല്ലോ. അപ്പോൾ ആ ഒരു സമയമൊക്കെ എടുത്തിട്ട് വളരെ ഈസായിട്ട് നമുക്കത് ചെയ്യാമെന്നുള്ള രീതിയിൽ ഞാൻ തലേ ദിവസം തന്നെ എത്താറുണ്ട്. വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 5-6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട് കേട്ടോ ഈ സ്ഥലത്തേക്ക്, ഇവരുടെ ഓഫീസിലേക്ക്. കാരണം ഇവരുടെ ഗോഡൗണിൻ്റെ അടുത്ത് തന്നെയാണ്, ഇവരുടെ പ്രധാനപ്പെട്ട ഗോഡൗണിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് ഇവരുടെ ഓഫീസും ഹെഡ് ഓഫീസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത്. അപ്പം ഞാൻ പുറപ്പെടാൻ നോക്കുമ്പോൾ എൻ്റെ കാറ് സർവീസിന് കൊടുത്തിട്ട് എനിക്കത് കിട്ടിയിട്ടില്ല, തിരിച്ച് കിട്ടിയിട്ടില്ല. അവർ തരാമെന്ന് പറഞ്ഞ സമയത്ത് അവർക്ക് തരാൻ പറ്റിയില്ല, അപ്പോൾ തിരിച്ച് കിട്ടിയില്ല. ഞാൻ എൻ്റെ സുഹൃത്തിൻ്റെ കാർ എടുത്തിട്ടാണ് ഡ്രൈവ് ചെയ്ത് പോകാൻ ആരംഭിക്കുന്നത്. അങ്ങനെ ഏകദേശം ഒരു 3-3.5 മണിക്കൂറൊക്കെ ഡ്രൈവ് ചെയ്ത് ഏകദേശം ഒരു വൈകിട്ടാണ് ഞാൻ ഇറങ്ങിയത്. കാരണം രാത്രി അവിടെ എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ, ഒന്ന് കംഫർട്ടബിളായിട്ട് എത്തിയാൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ ഒരു 4 മണിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇറങ്ങിയത്. ഏകദേശം ഇരുട്ടായിട്ടുണ്ടാവും. ഏകദേശം ഒരു 3-3.5 മണിക്കൂറോളം ഞാൻ സഞ്ചരിച്ചു. ഇനിയും ഏകദേശം ഒരു 2 മണിക്കൂറോളം പോകാനുണ്ട്. അൺഫോർച്യുനേറ്റ്ലി കാർ വഴിയിൽ വെച്ച് ബ്രേക്ക് ഡൗൺ ആവുന്നു. ഏകദേശം ഇരുട്ടായി കഴിഞ്ഞു. അപ്പുറത്തും ഇപ്പുറത്തും ഒരു ഹൈ റേഞ്ച് അവസ്ഥയിലുള്ള സ്ഥലങ്ങളാണ്. അപ്പം കാര്യമായിട്ട് ജനവാസമൊന്നുമില്ല, ആളുകളൊന്നും ഇല്ലാത്ത വഴിയാണ്. അവിടെ ബ്രേക്ക് ഡൗൺ ആവുന്നു. എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ഏകദേശം ഒരു അരമണിക്കൂറോളം ഞാൻ എന്ത് ചെയ്യണമെന്നറിയാതെ, കാരണം ആളുകളില്ല. ഞാൻ പല സ്ഥലത്തേക്കും വിളിച്ചു നോക്കി, ആളുകളെ കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. അടുത്തൊന്നും സർവീസ് സെൻ്ററില്ല, വർക്ക്ഷോപ്പുകളില്ല എന്ന് പറയുന്നൊരവസ്ഥ. അങ്ങനെയും കേരളത്തിൽ ഇഷ്ടംപോലെ സ്ഥലങ്ങളുണ്ട് എന്നുള്ളത് അന്നാണ് എനിക്ക് മനസ്സിലായത്. അപ്പം പെട്ടെന്ന് കണക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഏകദേശം അടുത്ത്, അവൻ്റെ വീട്ടിലേക്ക് ഏകദേശം അവിടെ നിന്ന് ഒരു 10 കിലോമീറ്ററോളം ഉണ്ട്. അദ്ദേഹത്തെ ഞാൻ ഫോണിൽ ബന്ധപ്പെട്ടു. അദ്ദേഹം വന്നു. അദ്ദേഹം 2-3 സുഹൃത്തുക്കളൊക്കെ ആയിട്ട് വന്നിട്ട് എൻ്റെ കാറ് നോക്കിക്കൊള്ളാം, കുഴപ്പമില്ല, പൊക്കോളൂ, നാളെ ട്രെയിനിങ് ഉള്ളതല്ലേ എന്ന് പറഞ്ഞ് ഞാൻ അവൻ്റെ കാർ എനിക്ക് തന്നു. ഞാനങ്ങനെ ആ കാറിൽ ഞാൻ ഈ ട്രെയിനിങ് വെന്യൂവിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ എത്തുമ്പോൾ ഏകദേശം നല്ല സമയമായി. ഏകദേശം രാത്രി 10:30-11 മണിയോട് അടുത്ത് കഴിഞ്ഞു. ഞാൻ കറക്റ്റ് ലൊക്കേഷൻ, കാരണം കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ലൊക്കേഷനല്ല, ഗൂഗിൾ മാപ്പ് കറക്റ്റായിട്ടൊന്നും കാണിച്ചു തരുന്നില്ല. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഒരു 1 കിലോമീറ്ററിന് മുമ്പ് തന്നെ ഞാൻ ഇദ്ദേഹത്തെ വിളിച്ചു, തന്ന നമ്പറിൽ വിളിച്ചു. അപ്പം അദ്ദേഹം വേറൊരു നമ്പർ തന്നു. അപ്പം ഈ ഓണറിൻ്റെ പേര് ഗോപിനാഥൻ എന്നാണ്. അപ്പോൾ ഗോപിനാഥൻ വേറൊരു നമ്പർ തന്നു. അദ്ദേഹം പറഞ്ഞു, എൻ്റെ ഓഫീസിലൊരു പ്രധാനപ്പെട്ട കക്ഷിയാണ്, അദ്ദേഹത്തെ വിളിച്ചാൽ മതി, അദ്ദേഹം എല്ലാ അറേഞ്ച്മെൻറ്റ്സും ചെയ്തിട്ടുണ്ട്, വന്ന് പിക്ക് ചെയ്ത് എല്ലാം സെറ്റപ്പാക്കിക്കോളും എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു, ഈ നമ്പറിൽ വിളിച്ചപ്പോൾ ഓക്കെ, ഒന്നും പേടിക്കാനില്ല, അടുത്തൊരു ജംഗ്ഷനിൽ വന്നിട്ട് ഇടത്തോട്ട് തിരിഞ്ഞ് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഞാനങ്ങനെ അടുത്ത ജംഗ്ഷനിലെത്തി ഇടത്തോട്ട് തിരിഞ്ഞു ചെന്നു. അപ്പോൾ ഇദ്ദേഹം അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ഞാൻ അവിടെ തന്നെ ആ റോഡിൻ്റെ സൈഡിൽ തന്നെ പാർക്ക് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. കാരണം കുഴപ്പമില്ല, വേറെ അത്യാവശ്യം നല്ല സ്പേസൊക്കെ ഉണ്ട്, അവിടെ തന്നെ പാർക്ക് ചെയ്യാം. തൊട്ടടുത്ത് തന്നെ ഗോഡൗണാണ്. കുറ്റിയിട്ടാണ് കേട്ടോ. രാത്രി ഏകദേശം 10-11 മണിയോടെ അടുത്ത് കഴിഞ്ഞു. അപ്പം ഈ സമയത്ത് ഇദ്ദേഹമുണ്ട്, ഞാനുണ്ട്, വേറെ ഒരാളുമില്ല. ആ ഭാഗത്തൊന്നും, ആ പ്രദേശത്തൊന്നും ആരുമില്ല. കാരണം അത്ര വലിയ ടൗണോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇദ്ദേഹം എന്നെ ഈ പറയുന്ന ഒരു പറമ്പിലേക്ക് അനയിച്ചു കൊണ്ടുപോയി. അപ്പോൾ അവിടെയൊക്കെ ഇരുട്ടാണ്, അറ്റത്ത് ഒരു ചെറിയ വെളിച്ചം കാണുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നോക്കുമ്പോൾ ഒരു വലിയ ഗോഡൗൺ കാണുന്നുണ്ട്, വലിയൊരു ഗോഡൗണാണ്. ആ ഗോഡൗൺ കാണുമ്പോൾ തന്നെ നമുക്കൊരു പ്രേതാലയത്തിൻ്റെ ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും. ഇദ്ദേഹം ഈ നമ്മളെ കൊണ്ടുപോകുന്ന വ്യക്തിയാണെങ്കിൽ യാതൊരു തരത്തിലും ചിരിക്കുന്നോ പറയുന്നോ ഒന്നുമില്ല. ഞാനവിടെ ചെല്ലുന്നു, ഒരു ജിന്നൊക്കെ വന്ന് നിൽക്കുന്നത് പോലെ ഇദ്ദേഹം വന്ന് നിൽക്കുന്നു, നടന്നോളൂ എന്ന് പറയുന്നു. വളരെ ഗൗരവത്തിലാണ്, നമ്മളെന്തോ ഒരു കള്ളക്കടത്തൊക്കെ ചെയ്യുന്ന പോലത്തെ ഒരു പ്രതീതിയാണ്. അപ്പം ഞാൻ വളരെ ക്യൂരിയസ് ആണ്, ഇത് എവിടെയാണ്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും എന്നുള്ളതാണ്. പക്ഷേ ഇദ്ദേഹം ഗോഡൗണിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ കുറച്ച് കഴിഞ്ഞ് നടന്നപ്പോൾ ചോദിച്ചു, നമ്മൾ എവിടേക്കാണ് പോകുന്നത് എന്ന് ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞു, ഇവിടെ റൂം ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ എവിടെ റൂമുള്ളത് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഈ ഗോഡൗണിലാണ് എന്ന് പറഞ്ഞു. ഗോഡൗണിലാണോ റൂം അറേഞ്ച് ചെയ്തിരിക്കുന്നത്? അപ്പോൾ പുള്ളി പറഞ്ഞു, ആ ഗോഡൗണിൽ റൂമുണ്ട്, ഗസ്റ്റുകൾ വരുമ്പോൾ ഇവിടെയാണ് താമസിക്കാറുള്ളത്.
വളരെ ഗൗരവത്തിലാണ് പറയുന്നത്. ഞാൻ സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. പക്ഷേ എന്താണ് സംഭവം എന്ന് അറിയാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ നടന്നു. അപ്പോൾ ഗോഡൗണിൽ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ട്, എന്തൊക്കെയോ അടുക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ നടന്നു പോയി ഏറ്റവും അവസാനം എത്തുമ്പോൾ ഒരു കോണിപ്പടിയുണ്ട്. കോണിപ്പടിയിൽ താഴേക്ക് ഇറങ്ങണം. താഴേക്ക് ഇറങ്ങിച്ചെത്തുമ്പോൾ ഫുൾ ഫെസിലിറ്റി ഉള്ള ഒരു റൂമാണ്. അവിടെ എ സി ഒക്കെ ഉണ്ട്. എ സി ഒക്കെ ഉള്ള നല്ല ഫെസിലിറ്റി ഉള്ള നല്ലൊരു റൂമാണ്. എനിക്ക് ചെറിയൊരു സമാധാനമായി. എങ്കിൽ പോലും നല്ല ഭീകരതയുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യൻ പോലും ഇല്ല. ഇയാൾ ആ ഗോഡൗണിൻ്റെ സെക്യൂരിറ്റിയോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പം ഇയാൾ മാത്രമേ ഉള്ളൂ, പിന്നെ ഞാനും മാത്രമാണ് അവിടെയുള്ളത്. അപ്പം ഞാൻ ചോദിച്ചത് എവിടെയാണ് നമ്മളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? അത് ഇവിടെ നിന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ പോയി അപ്പുറത്താണ് ഗോഡൗൺ ഉള്ളത്. ഇദ്ദേഹം ഈ ഗോപിനാഥൻ താമസിക്കുന്നത് ഏകദേശം 5-6 കിലോമീറ്റർ അപ്പുറത്താണ്, അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ്. അപ്പം മൊത്തത്തിൽ ഗോപിനാഥന് അതിന് ശേഷം ഞാൻ വിളിച്ചു നോക്കി, ഇദ്ദേഹത്തെ കിട്ടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആകെ പേടിച്ചു പോയി. ഇത് ഒറ്റയ്ക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ്റെ കൂടെ 2 പേര്, നമ്മുടെ ഓഫീസിൽ നിന്ന് 2 പേര് കൂടി ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർ നാളെ കാലത്ത് വരാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. കാരണം അവർ ആ സമയത്തേക്ക് എത്തിയാൽ മതി. അപ്പോൾ നാളെ കാലത്ത് അവരെത്തും എന്നുള്ള രീതിയിൽ പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ പേടിച്ച് അരണ്ട് അവിടെ ചീവിടിൻ്റെയൊക്കെ ശബ്ദമാണ് മൊത്തം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹൊറർ ഫിലിമിൻ്റെയൊക്കെ ഒരു പ്രതീതിയാണ്. രാത്രി അങ്ങനെ കുറേ നേരം ഉറങ്ങാൻ പറ്റിയില്ല. റേഞ്ച് ആണെങ്കിൽ കറക്റ്റായിട്ടില്ല. അപ്പോൾ ഈ പറഞ്ഞ പോലെ നെറ്റും കാര്യങ്ങളൊന്നും കറക്റ്റ് ഇപ്പോഴത്തെ അത്ര റേഞ്ച് അന്നില്ലതാനും. അപ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടുന്നുമില്ല. താഴെ ആയതുകൊണ്ട് തന്നെ റേഞ്ച് കുറവാണ്. അങ്ങനെ ഒരു വിധത്തിൽ ആ രാത്രി ഞാൻ അവിടെ കഴിച്ചു കൂട്ടി. പിറ്റേ ദിവസം ഈ പറഞ്ഞ ഓഫീസിലേക്ക്, ഹെഡ് ഓഫീസിലേക്ക് അവിടെ നിന്ന് നമ്മൾ പോവുകയാണ്. ഏകദേശം 10 മണിയോട് കൂടിയാണ് ഈ ട്രെയിനിങ് പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു 9:30 ആയപ്പോഴേക്കും അവിടെ എത്തി. അവിടെ എത്തുമ്പോൾ കുറേ ആളുകൾ വന്ന് ചേർന്നിട്ടുണ്ട്, പലതരത്തിലുള്ള ആളുകൾ. കാണുമ്പോൾ എല്ലാവരും അത്യാവശ്യം വെൽ ഡ്രസ്ഡായിട്ട് അത്യാവശ്യം നല്ല ആളുകളൊക്കെയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻവെസ്റ്റേഴ്സ് ആണല്ലോ, തീർച്ചയായിട്ടും നല്ല ആളുകളൊക്കെ ആയിരിക്കും. എല്ലാവരും ഇതൊക്കെ പറഞ്ഞ് അങ്ങനെ ട്രെയിനിങ് ആരംഭിക്കുക എന്ന് പറയുമ്പോൾ ആദ്യം ഒരു ചടങ്ങാണ്. സാധാരണഗതിയിൽ ഞാൻ ഈ ട്രെയിനിങ്ങുകളിലൊന്നും അങ്ങനെ ഒരു ഫോമലായിട്ടുള്ളൊരു ചടങ്ങൊന്നും ഉണ്ടാവില്ല. ഇതങ്ങനെയല്ല, ഒരു സ്റ്റേജൊക്കെ പോലെ സെറ്റ് ചെയ്തിട്ട് അവിടെ ഇവർ ഗോപിനാഥനുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ട്ണറായിട്ടുള്ള ഫെലിക്സ് എന്ന് പറയുന്ന ഒരാളുണ്ട്. അപ്പോൾ ഫെലിക്സും ഉണ്ട്, ഗോപിനാഥനും ഉണ്ട്. ഇവർ 2 പേരും ഉണ്ട്. അവർ കാര്യങ്ങളിങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങിയാണ്. നമ്മളെ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. ഞാനുണ്ട്, എന്നെ അസിസ്റ്റ് ചെയ്യാനായിട്ട് വന്ന 2 പേരും കൂടി ഉണ്ട് ബ്രഹ്മയിൽ നിന്ന്. അപ്പം അന്ന് പറഞ്ഞിരിക്കുന്ന സെഷൻ എന്ന് പറയുന്നത് മോട്ടിവേഷണൽ ആയിട്ടുള്ളൊരു സെഷൻ, ഒപ്പം തന്നെ ബിസിനസ്സിൻ്റെ ബേസിക്സ് എല്ലാം ഇവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, എന്താണ് ഓൺട്രപ്രണർഷിപ്പ് എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്ന ഒരു സെഷൻ കൂടിയാണ്. അപ്പോൾ ഇൻവെസ്റ്റേഴ്സിനെ കുറച്ചൊന്ന് മോട്ടിവേറ്റ് ചെയ്ത് നിർത്തണം എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. അത്രേ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ ഞാൻ ഇരിക്കുകയാണ്. ഇദ്ദേഹം ഇൻട്രൊഡക്ഷൻ ആരംഭിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പതിയെ ഹിസ്റ്ററി പറയാണ്. ഞാൻ ഹിസ്റ്ററിയൊക്കെ അദ്ദേഹത്തോട് ചോദിച്ചിരുന്നെങ്കിലും അദ്ദേഹം എന്നോട് പറഞ്ഞിരുന്നില്ല കാര്യമായിട്ട്. പക്ഷേ അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മൾ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ഒരു 2 വർഷമായിട്ട് നമ്മുടെ ബിസിനസ് വളരെയധികം താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആഫ്രിക്ക നമ്മളുടെ ഒരു മേജർ മാർക്കറ്റായിരുന്നു. പക്ഷേ ആഫ്രിക്കയിലെ ഏതൊരു രാജ്യത്തുണ്ടായ ഒരു ചെറിയ ബാൻ കാരണം നമുക്ക് അവിടേക്ക് സാധനങ്ങൾ കയറ്റി അയക്കാൻ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ പല കാരണങ്ങൾ കൊണ്ടും നമ്മളുടെ ഗുഡ്സ് എല്ലാം നമ്മളുടെ വെയർഹൗസിൽ തന്നെ കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കാരണം നമ്മുടെ ക്യാഷ് ഫ്ലോ ശരിയാവുന്നില്ല. ചുരുക്കി പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു വരുന്നത്, കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഈ പറയുന്ന ഇൻവെസ്റ്റേഴ്സിന് യാതൊരു തരത്തിലുള്ള റിട്ടേൺസും കൊടുത്തിട്ടില്ല. റിട്ടേൺസ് കൊടുക്കാതെ ഇൻവെസ്റ്റേഴ്സ് വലിയ പ്രശ്നമുണ്ടാക്കുകയും ഓഫീസ് തല്ലിപ്പൊളിക്കുകയും ചെയ്യും എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ ഇദ്ദേഹം കണ്ട ഒരു മാർഗ്ഗമാണ് ഞങ്ങളെ വിളിച്ചൊരു ട്രെയിനിങ് കൊടുത്തിട്ട് ഇവരെ ഒന്ന് ശാന്തരാക്കുക എന്നുള്ളത്. ഇത് ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ വെച്ചിട്ടാണ് എന്നെ അവിടെ കൊണ്ടുവന്ന് ട്രാപ്പ് ചെയ്തതിന് ശേഷമാണ് ഇദ്ദേഹം ഈ കാര്യം അവിടെ പറയുന്നത്. അതും എന്നോടല്ല പറയുന്നത്, ഇൻവെസ്റ്റേഴ്സിൻ്റെ മുന്നിൽ വെച്ച് പറയുകയാണ്. ഇദ്ദേഹം ഇതിനെങ്ങനെയാണ് തരണം ചെയ്യേണ്ടത് എന്നുള്ളത് ഒരു ട്രെയിനിങ്ങിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരും. ബിസിനസ് ശരിക്കും നടക്കുമ്പോൾ എന്തൊക്കെയായിരിക്കും പ്രശ്നങ്ങൾ എന്നുള്ളതൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അദ്ദേഹം പറയുമ്പോൾ വളരെ സിമ്പിളായിട്ട് അത് അവതരിപ്പിക്കുക, വളരെ ലാഘവത്തോടു കൂടി. എന്നിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ബിസിനസ് നടക്കുമ്പോഴുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞാൽ മതി എന്നുള്ള രീതിയിൽ അങ്ങ് അവതരിപ്പിച്ചിരിക്കുക. അവരോട് ഇദ്ദേഹം ഞാനില്ലാത്ത സമയത്ത് പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ ഈ ക്യാഷ് ക്രഞ്ചിനും ക്യാഷ് ഫ്ലോ പ്രോബ്ലംസിനും ഒക്കെയുള്ള കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവർക്ക് തരാൻ കഴിയുമെന്നുള്ള രീതിയിലൊക്കെയാണ്. അത് പിന്നീടാണ് ഞാൻ അറിയുന്നത്. അപ്പോൾ ഞാൻ അവിടെ എത്തിപ്പെട്ടു പോയി. എനിക്ക് അവിടെ നിന്ന് ഇറങ്ങി ഓടാനൊന്നും സാധിക്കുന്ന ഒരവസ്ഥയിലല്ല. ഓട്ടോമാറ്റിക്കലി ഞാൻ ബിസിനസ്സിൻ്റെ ബേസിക്സിനെ കുറിച്ച് പറഞ്ഞു. നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് വേണ്ട 7S ഫ്രെയിംവർക്കിനെ കുറിച്ച്, വിഷനെക്കുറിച്ച്, മിഷനെക്കുറിച്ച്. മിഷനൊക്കെ വളരെ തിയറട്ടിക്കലാണ്. ആ ഒരു അവസരത്തിൽ അവർ പൈസ ഇട്ടിട്ട് കിട്ടാണ്ടിരിക്കുന്ന ആൾക്കാരോടാണ് മിഷനും ഒക്കെ പറയുന്നത്. എങ്കിൽ പോലും ഞാൻ അതിൻ്റെ ആ ഒരു വ്യാപ്തിയൊക്കെ പറഞ്ഞു. നമുക്ക് സ്ട്രക്ചർ വേണമെന്നും ഇത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു സിസ്റ്റം വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ രസകരമായ കാര്യം, ഈ സാധനങ്ങളൊന്നും ഇല്ലാതെ പ്രവർത്തിക്കുന്ന ഒരു ബിസിനസ്സാണ് അവിടെ ഉള്ളത് എന്നുള്ളതാണ്.
അപ്പോൾ ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞ് ഒരു ചായയുടെ ബ്രേക്കിന് വേണ്ടി ഏകദേശം 1 മണിക്കൂർ സംസാരിച്ചതിന് ശേഷം ഒരു ചായ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് കൊടുത്തു. ബ്രേക്ക് കൊടുത്ത സമയത്താണ് എനിക്കിതിൻ്റെ റിയൽ ആയിട്ടുള്ള അവസ്ഥ മനസ്സിലാവുന്നത്. ബ്രേക്ക് കൊടുത്ത സമയത്ത് ഇതിൽ പല ആളുകളും എൻ്റെ അടുത്തേക്ക് ഓടി വരികയാണ്. എന്നിട്ട് പറയുകയാണ്, സാറ് മാത്രമാണ് ഇനി ഞങ്ങളുടെ ഒരു രക്ഷ. ഞെട്ടി തകർന്നു പോയി. ഞാൻ എന്ത് രക്ഷിക്കാനാണ്, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? അപ്പോൾ പറയുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവരോട് എന്താണ് ഇദ്ദേഹം ഈ ഗോപിനാഥൻ പറഞ്ഞിരിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായത്. കാരണം അദ്ദേഹം പറയുന്നത് നമ്മളുടെ ക്യാഷ് പ്രോബ്ലത്തിനുള്ളൊരു സൊല്യൂഷനുമായിട്ടാണ് വരുന്നത്. ഇതൊരു ഇനീഷ്യൽ ട്രെയിനിങ് ആണ്. എന്നിട്ട് ഇവരുമായിട്ട് ഇതിൻ്റെ കംപ്ലീറ്റ് ഡെറ്റ് റീസ്ട്രക്ചറിങ് പോലുള്ള കാര്യങ്ങൾക്ക് ഒക്കെ ഇവരുമായിട്ടുള്ളൊരു അസോസിയേഷനിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇത് എന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ ഇവരെല്ലാവരും പല ആളുകളും ഒരു 10-40ഓളം ഇൻവെസ്റ്റേഴ്സ് അവിടെയുണ്ട്. ഇവരെല്ലാവരും പലരും ആയിട്ട് നമ്മളുടെ അടുത്ത് വന്നിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് ശരിയാക്കി തരണം എന്നുള്ള രീതിയിൽ ആരും എന്നോട് ദേഷ്യപ്പെടുന്നൊന്നുമില്ല. കാരണം എന്നോട് ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ലല്ലോ. ഇവർ പലതവണ ഈ ഗോപിനാഥനായിട്ടും ഫെലിക്സ് ആയിട്ടും ഒക്കെ ദേഷ്യപ്പെട്ട് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഒരു സൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പം ഞാൻ അവർക്ക് പൈസ എടുത്ത് കൊടുക്കുന്നുള്ള രീതിയിൽ വരുന്നത്. 500 രൂപ വെച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് എന്നൊക്കെ പറയുന്ന പോലെ ഞാനിപ്പോൾ ഇവർക്കൊക്കെ അതിൽ രസം എന്താണെന്ന് പറയുമ്പോൾ കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് പലരും. 1 കോടി 2 കോടിയൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിൻ്റെ കാര്യമാണ് പറയുന്നത്. 5 പൈസ പോലും റിട്ടേൺ കിട്ടാതെ കഴിഞ്ഞ 2-3 വർഷമായിട്ട് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുക. അവർ വെയിറ്റ് ചെയ്തു. നല്ല ആൾക്കാരാണ് ബേസിക്കലി, വലിയ പ്രശ്നക്കാരൊന്നുമല്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ സംസാരിക്കട്ടെ, ഇദ്ദേഹമായിട്ട് സംസാരിക്കട്ടെ. എനിക്ക് നിങ്ങൾക്കൊരു സൊല്യൂഷൻ പെട്ടെന്ന് തരാനും സാധിക്കില്ല. എങ്ങനെയാണ് ബിസിനസ് വർക്ക് ചെയ്യുക എന്നുള്ളത് പറയാനാണ് എന്നോട് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതൊക്കെ അവർ പറഞ്ഞു. പക്ഷേ അതൊന്നും കേൾക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല അവർ. കാരണം സൊല്യൂഷൻ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ആ ബ്രേക്ക് കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഗോപിനാഥനായിട്ട് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ പൂർണ്ണമായിട്ടുള്ള അവസ്ഥ പറയുന്നത്. സാറേ, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ല. സാറിനെ പോലെ ഒരാളെ കൊണ്ടുവന്നിട്ട് ഇവരെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് മാത്രമായിരുന്നു ഞങ്ങളുടെ മുന്നിലുള്ള ഏക മാർഗ്ഗം. ഞാൻ പറഞ്ഞു, ഇത് ഒരു വലിയ ട്രാപ്പാണ്. ഞങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് നിങ്ങൾ കളിക്കുന്ന രീതിയിലാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ളൊരു ട്രാപ്പിലേക്ക് ഒരു കൺസൾട്ടൻറ്റിനെ വലിച്ചഴക്കരുത്. നമ്മളൊരു നീഡ് അനാലിസിസ് നടത്തിയപ്പോൾ നിങ്ങളിതൊന്നും പറഞ്ഞില്ല. ഒരു മോട്ടിവേഷണൽ ടോക്ക് അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ബിസിനസ് ഇൻഫർമേഷൻ പാസ് ഓൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് പറഞ്ഞത്. ഇവിടെ വരുമ്പോഴാണ് ഇത്രയും വലിയ ഡെറ്റിൽപ്പെട്ട് വലിയ പ്രശ്നങ്ങളായിട്ട് ഇത്ര ഇൻവെസ്റ്റേഴ്സ് പ്രശ്നക്കാരായിട്ട് നിൽക്കുകയാണെന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇത് പറഞ്ഞപ്പോൾ അദ്ദേഹം അവിടെ വെച്ച് സോറി പറയുകയാണ്. സോറി സാർ, ഞങ്ങൾക്ക് വേറെ മാർഗ്ഗമില്ലായിരുന്നു എന്നൊക്കെ പറയാം. അവിടെ നമുക്കൊരു കോൺഫ്ലിക്റ്റ്, ഒരു പ്രശ്നം ഉണ്ടാക്കാനുള്ള ഒരു അവസരമില്ലാത്ത രീതിയിൽ അദ്ദേഹം കാല് പിടിക്കുന്ന അവസ്ഥയിലേക്ക് എത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്കൊരു സൊല്യൂഷൻ ഇതിനകത്ത് ഇപ്പോൾ തരാൻ സാധിക്കില്ല. മാത്രമല്ല ഇവിടെ ഇരുട്ടുകൊണ്ട് ഓട്ടയടച്ചുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല. ഇൻവെസ്റ്റേഴ്സിന് വളരെ വ്യക്തമായിട്ട് ഒരു പ്ലാൻ ഉണ്ടാക്കി കൊടുത്തേ പറ്റൂ. അതിനുശേഷം അപ്പോൾ പുള്ളി ഏകദേശം ഒരു 10-20 മിനിറ്റോളം ഞങ്ങൾ സംസാരിച്ചു. ഇൻവെസ്റ്റേഴ്സ് അവിടെ വെയിറ്റ് ചെയ്തു. സെഷൻ റെസ്യൂം ചെയ്തപ്പോൾ ഞാൻ അവരോട് തന്നെ പറഞ്ഞു, ഇത് ഇങ്ങനൊരു അവസ്ഥയിലാണ് ഞാൻ ഉള്ള കാര്യം ഓപ്പണായിട്ട് പറഞ്ഞു. ഇങ്ങനൊരു അവസ്ഥയിലാണ് എന്നെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ എനിക്കിതിനെക്കുറിച്ചുള്ള ഒരു ക്ലാരിറ്റി കിട്ടി. പക്ഷേ യാതൊരു സംശയവും വേണ്ട, ഇതിൻ്റെ ഒരു ക്യാഷ് ഫ്ലോ കംപ്ലീറ്റ്ലി നമുക്ക് വർക്കൗട്ട് ചെയ്യേണ്ടതുണ്ട്. ഒപ്പം തന്നെ ഡെറ്റ് റീസ്ട്രക്ചറിങ്, നല്ല കോടികളുടെ കടം എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അൺസെക്യൂർഡ് ലോണാണ്. ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നിന്നൊക്കെ പൈസ മേടിച്ചിരിക്കുന്നത് പ്രോപ്പറായിട്ടുള്ള രീതിയിലൊന്നുമല്ല. ചില ആൾക്കാർക്ക് മുദ്രപത്രത്തിലുണ്ട്, ചില ആൾക്കാർക്ക് ലെറ്റർ ഹെഡിൽ എഴുതി കൊടുത്തിട്ടുണ്ട്, ചില ആൾക്കാർക്ക് തുണ്ട് കടലാസിലാണ് എഴുതി കൊടുത്തിരിക്കുന്നത്, ചില ആൾക്കാർക്ക് ആ രേഖ പോലും ഇല്ല. അങ്ങനെ പല തരത്തിലുള്ളൊരു കൂട്ടം ആളുകളാണ് കോടികൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ. ഏകദേശം ഒരു 30 കോടിയോളം ഇൻവെസ്റ്റ്മെൻറ്റ് ഇവരിങ്ങനെ സമാഹരിച്ചിട്ടുണ്ട്. ഇതല്ലാതെ ബാങ്ക് ലോണും ഉണ്ട്. അപ്പോൾ ഇതെല്ലാം ഇവർക്കൊന്ന് റീസ്ട്രക്ചർ ചെയ്തെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഡെറ്റ് റീസ്ട്രക്ചറിങ് അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല. കാരണം ബാങ്കുകളുമായിട്ട് നല്ല റിലേഷൻ വേണം, അവരുമായിട്ട് സംസാരിക്കണം, പല ലോണുകളും മെർജ് ചെയ്യാൻ പറ്റണം, പല രീതിയിലുള്ള പുതിയ പ്രൊജക്റ്റുകൾ കൊണ്ടുവന്ന് അവരുടെ അടുത്ത് സബ്മിറ്റ് ചെയ്ത് അവരെ കൺവിൻസ് ചെയ്യണം. സോ ചുരുക്കി പറഞ്ഞാൽ അവർ വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥയിലാണ്. ആ ക്രിട്ടിക്കലായിട്ടുള്ള അവസ്ഥയിൽ നിന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടി നമുക്ക് ഇൻവെസ്റ്റേഴ്സിന് കൊടുക്കാൻ പറ്റില്ല എന്നുള്ള അവസ്ഥയാണ്. അപ്പോൾ ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു, ഇതൊരു വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു 2 വർഷത്തേക്കുള്ള പ്ലാൻ തയ്യാറാക്കി ഡെറ്റ് റീസ്ട്രക്ചറിങ്ങിനെ പോകണം. അല്ലാതെ യാതൊരു മാർഗ്ഗവും ഇല്ല. അവരുടെ ശരിയായിട്ടുള്ള അവസ്ഥ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള രീതിയിൽ അവരോട് പറഞ്ഞു കൊടുത്തു. ഇതാണ് അവസ്ഥ, നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ട് കാര്യമില്ല. കാരണം പലർക്കും രേഖ പോലും ഇല്ല പൈസ കൊടുത്തതിൻ്റെ. അപ്പം അവരെല്ലാവരും ഒന്ന് അടങ്ങി, അവർ വെയിറ്റ് ചെയ്യാൻ റെഡിയായി. ഈ ഒരു പ്രൊജക്റ്റ് എങ്ങനെ പോകുന്നു എന്നറിയണം. ഞാൻ പറഞ്ഞു, ഞങ്ങൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കുമോ എന്നറിയില്ല. കാരണം ഞങ്ങളും ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ആക്ടിവിറ്റി ചെയ്യുന്നത് ഞങ്ങളുടെ ചില പാർട്ട്നേഴ്സുമായിട്ട് ചേർന്നാണ്. അല്ലാണ്ട് നമ്മൾ നേരിട്ട് ഡെറ്റ് റീസ്ട്രക്ചറിങ് ചെയ്യുന്നില്ല. കാരണം നമ്മൾ ചെയ്യുന്നത് എപ്പോഴും കമ്പനികളെ പ്രൊഫഷണലൈസ് ചെയ്യാനുള്ള സിസ്റ്റംസ് ഉണ്ടാക്കുകയാണ്. കമ്പനി ഒരു വലിയ അപകടത്തിൽ ചെന്ന് ചാടിയതിന് ശേഷം നമുക്ക് റിക്കവർ ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് അത്തരം സർവീസസ് അല്ല നമ്മൾ ചെയ്യുന്നത്. എന്നാലും നമ്മുടെ ഒരു പാർട്ട്ണറുമായിട്ട് സംസാരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കാം
എന്ന് പറഞ്ഞു. നമ്മളൊരു ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന റോളിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ഒരു പ്രൊജക്റ്റിലേക്ക് നമ്മൾ മൂവ് ചെയ്യാൻ തീരുമാനിച്ചു. പക്ഷേ ഇതൊരു ഭീകരമായ അവസ്ഥയാണ്. ഞങ്ങൾ ഡെറ്റ് റീസ്ട്രക്ചറിങ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് പോയി, കുറച്ച് ഡെറ്റൊക്കെ റീസ്ട്രക്ചർ ചെയ്യാൻ സാധിച്ചു, കുറച്ച് ഇൻവെസ്റ്റേഴ്സിന് പൈസ കൊടുക്കാൻ സാധിച്ചു. ഇപ്പോഴും ആ കമ്പനി മുന്നോട്ട് പോകുന്നുണ്ട്, വലിയ കുഴപ്പമില്ല. അതായത് അടച്ചുപൂട്ടലിൻ്റെ പക്കത്ത് തീരുന്ന അവരുടെ ചില ഷോറൂമുകൾ അടച്ചുപൂട്ടി, ചില കൺട്രീസിലേക്കുള്ള അവരുടെ എക്സ്പോർട്ട് പൂർണ്ണമായി അവസാനിച്ചു. എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള ഒരു അടച്ചുപൂട്ടലിലേക്ക് എത്താതെ ആ ബ്രാൻഡിനെ സേവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതാണ്. ഏകദേശം ഒരു 1.5 വർഷം എടുത്തിട്ടാണ് ഈ പ്രോസസ്സ് നടത്തിയത്. ഇൻവെസ്റ്റേഴ്സ് പലരും പൈസ മേടിച്ച് പിരിഞ്ഞു പോയി, ചില ആൾക്കാർ ഇപ്പോഴും അവിടെ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുമ്പോഴുള്ള കാര്യങ്ങളാണ്. വളരെ പ്രധാനമായിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ഇൻവെസ്റ്റേഴ്സിനെ നമ്മുടെ ഒരു ധാരണയുണ്ട്. പലപ്പോഴും നമ്മൾ ഈ മോട്ടിവേഷണൽ സ്പീച്ചസിലും അല്ലെങ്കിൽ ബിസിനസ് മോട്ടിവേഷനിലൊക്കെ പറയും അതർ പീപ്പിൾസ് മണി, മറ്റുള്ളവരുടെ പൈസ കൊണ്ടാണ് ബിസിനസ് ചെയ്യേണ്ടതെന്നുള്ളത് ഞാനടക്കം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ മറ്റുള്ളവരുടെ പൈസ നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ആ ഉത്തരവാദിത്തങ്ങൾ ഇല്ലാതെ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് പൈസ എടുത്താൽ തീർച്ചയായിട്ടും വലിയ പ്രശ്നങ്ങളിൽ നിങ്ങൾ അകപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരു ഇൻവെസ്റ്ററെ നിങ്ങളുടെ കമ്പനിയിലേക്ക് കൊണ്ടുവരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്? പലതരത്തിൽ നിങ്ങൾക്ക് ഇൻവെസ്റ്ററെ കൊണ്ടുവരാൻ സാധിക്കും. വേണമെങ്കിൽ ഒരു പേഴ്സണൽ ലോണായിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും, അല്ലെങ്കിൽ കമ്പനിയുടെ ഇക്വിറ്റി ഷെയർസ് ഡൈല്യൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഫണ്ട് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇതിൽ പലതും ലോണായിട്ട് എടുത്തിട്ടുള്ളതാണ്, ചിലത് കാണിച്ചിട്ട് പോലും ലോണാണെന്നുള്ളത് കാണിച്ചിട്ട് പോലുമില്ല. അപ്പോൾ പല തരത്തിലാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത്. അത് എത്രയും പ്രൊഫഷണലായിട്ട് കൊണ്ടുവരുന്നു അത്രയും നല്ലത്. പ്രത്യേകിച്ച് ഒരു പ്രിഫറൻസ് ഷെയറൊക്കെ ഇഷ്യൂ ചെയ്തിട്ട് കൊണ്ടുവരുന്നതാണ് കുറച്ചുകൂടി പ്രൊഫഷണൽ ആയിട്ടുള്ള രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള റിട്ടേൺസ് ഒക്കെ നമുക്ക് ഓഫർ ചെയ്യാൻ പറ്റും. മാത്രമല്ല ഡിവിഡൻഡ് ഒക്കെ കൊടുക്കാൻ സാധിക്കും. ആ രീതിയിലാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരേണ്ടത്. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ കൊണ്ടുവരുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം എന്നുള്ളത് കൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. ഏറ്റവും ആദ്യം നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലാനിലേക്ക് ഒരു ഇൻവെസ്റ്ററെ ഇൻജെക്റ്റ് ചെയ്യാൻ പാടുകയുള്ളൂ. അപ്പം നിങ്ങളൊരു ഇൻവെസ്റ്ററായിട്ട് പോവുകയാണെങ്കിലും നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന ബിസിനസ്സിന് വ്യക്തമായ പ്ലാൻ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കണം. മാത്രമല്ല ആ പ്ലാനിനകത്തുള്ള ഫിഗേഴ്സ് നോക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റാണ്. അപ്പോൾ പ്രൊജക്ഷൻസ് ഉണ്ടാവണം, ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻസ് ഉണ്ടാവണം. ആ പ്രൊജക്ഷനിൽ ക്യാഷ് ഫ്ലോ എങ്ങനെയാണ്, എത്രയാണ് നമുക്ക് അങ്ങോട്ട് ചിലവാവുക, എത്ര ഇൻകം ഉണ്ടാവും എന്നുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് പഠിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടുമോ, അത് എത്രയാണ് കിട്ടുക, എത്ര സമയത്തിനുള്ളിലാണ് കിട്ടുക, നല്ല ക്ലാരിറ്റി ഉണ്ടാവണം. എന്തൊക്കെ തരത്തിലുള്ള റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടും, നല്ല വ്യക്തത ഉണ്ടാവണം. അപ്പോൾ ഇതെല്ലാം തന്നെ ഒരു എഗ്രിമെൻ്റ് ആക്കുകയും ഡോക്യുമെൻ്റഡ് ആക്കുകയും വേണം. ഇതൊന്നും ഇല്ലാതെ എന്തിനാണ് നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും കേരളത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത് കൂടുതൽ ഇൻവെസ്റ്റേഴ്സും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആർത്തി മൂലമാണ് പലപ്പോഴും ബിസിനസ്സുകളിൽ ഒരു രേഖയുമില്ലാതെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വലിയ റിട്ടേൺസ് കിട്ടുമെന്നുള്ള ധാരണയിൽ ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കുക. വളരെ വ്യക്തമായ ബിസിനസ്സുകൾക്ക് വ്യക്തമായ പ്രൊജക്ഷനുകൾ ഉണ്ടാവും. അവർക്ക് വ്യക്തമായ രീതിയിൽ തന്നെ ROI തീരുമാനിക്കാൻ പറ്റുന്ന തരത്തിൽ പ്ലാനുകളും ഉണ്ടാവും. അപ്പോൾ ആ പ്ലാനുകൾ നിങ്ങൾ കൺവിൻസ്ഡ് ആയതിനു ശേഷം മാത്രം നിങ്ങളൊരു ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. മാത്രമല്ല നിങ്ങൾ ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രക്ചർ ഉണ്ട് എന്നുള്ളത് കൂടെ ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഏത് രീതിയിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്? പലപ്പോഴും പ്രിഫറൻസ് ഷെയർസായിട്ട് നിങ്ങൾക്ക് ലീഗലായിട്ടുള്ള രീതി, ഇപ്പോൾ ഒരു പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനി ആണെങ്കിൽ അതിനകത്ത് പ്രിഫറൻസ് ഷെയർസായിട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ചിലപ്പോൾ ബോണ്ടുകളായിട്ടായിരിക്കും, ഡിബെഞ്ചറുകളായിട്ടായിരിക്കാം. ഇത്തരത്തിലുള്ള ഫൈനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സിൽ തന്നെയാണോ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. അപ്പോൾ ലീഗലായിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണോ നിങ്ങൾ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അതിൻ്റെ ഒപ്പം തന്നെ വേണ്ട ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ യുണീക്കായിട്ടുള്ള എന്തെങ്കിലും ഐഡിയയിലൊക്കെ അല്ലെങ്കിൽ പ്രോസ്പെക്റ്റീവായിട്ടുള്ളൊരു ഇൻഡസ്ട്രിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് റിട്ടേൺസ് കിട്ടുകയുള്ളൂ. അതുപോലെ റിസ്ക് കുറഞ്ഞ ഇൻഡസ്ട്രി ആണെന്നൊക്കെ ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. ഒപ്പം തന്നെ നിങ്ങൾ പ്രൊമോട്ടേഴ്സിനെ കറക്റ്റായിട്ട് നോക്കണം. അവരുടെ ബാക്ക്ഗ്രൗണ്ട് എന്താണെന്ന് നോക്കണം. അവരിതുവരെ കടം മേടിച്ചിട്ട് തിരിച്ചു കൊടുക്കുന്ന ആളുകളാണോ എന്നുള്ളത് ഉറപ്പ് വരുത്തണം. അവരുടെ ഹിസ്റ്ററി ശരിക്കും പരിശോധിക്കണം. ഇവരുടെ കസ്റ്റമേഴ്സ് ഏത് തരത്തിലുള്ള ആളുകളാണെന്ന് പരിശോധിക്കണം. ചുരുക്കി പറഞ്ഞാൽ സേഫ്റ്റി ഉണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോവുക എന്നുള്ളതാണ്. എന്നാൽ ഇൻവെസ്റ്റ്മെൻറ്റ് ക്ഷണിക്കുന്ന ആളുകളുണ്ടല്ലോ, അവരെ സംബന്ധിച്ചിടത്തോളം അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഇൻവെസ്റ്ററിൻ്റെ ഷൂസിൽ നിന്നുകൊണ്ട് തന്നെ ചിന്തിക്കേണ്ട ആളുകളാണ്. ഇൻവെസ്റ്റർ വിൻ ചെയ്യുമ്പോൾ മാത്രമാണ് നമ്മളുടെ ബിസിനസ്സിനും ഗുണമുണ്ടാവുന്നത്, കൂടുതൽ ആളുകളെ ഇൻവെസ്റ്റേഴ്സായിട്ട് കിട്ടുന്നത് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മളൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കാനായിട്ട്. ഇപ്പോൾ പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഞാൻ കാണുന്ന ഒരു വലിയ ഭീകരത എന്ന് തന്നെ പറയേണ്ടി വരും. പലപ്പോഴും യൂട്യൂബ് ചാനലുകളിലോ അല്ലെങ്കിൽ ഇതുപോലുള്ള
സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒക്കെ വന്നിരുന്നിട്ട് തങ്ങളുടെ ബിസിനസ് പ്ലാനുകളെക്കുറിച്ച് ഐഡിയകളെക്കുറിച്ച് ഘോരം പ്രസംഗിക്കുകയും വലിയ വലിയ സ്വപ്നങ്ങൾ ഉണ്ടാക്കി കാണിച്ചു കൊടുക്കുകയും ചെയ്ത് എങ്ങനെയെങ്കിലുമൊക്കെ കുറേ ഇൻവെസ്റ്റ്മെൻറ്റ് അതും ശാസ്ത്രീയമായിട്ടുള്ള രീതിയിലല്ലാതെ മേടിച്ചു കൊണ്ടുപോകുന്ന ആളുകൾ ഇവരൊന്നും 1-2 വർഷത്തിനപ്പുറം ആ കമ്പനി സർവൈവ് ചെയ്യുക പോലും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ആ കമ്പനിയുടെ അടുത്ത 5 വർഷത്തെ പ്ലാൻ എന്താണ്? അത് റിയലിസ്റ്റിക് ആയിട്ടുള്ള പ്ലാനാണോ? അതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യതയുണ്ടോ? ആ ഇൻഡസ്ട്രി ബൂം ചെയ്യുന്നുണ്ടോ? വ്യക്തമായി പഠിക്കണ്ടേ? ഒരു ഡ്യൂ ഡിലിജൻസ് ആവശ്യമില്ലേ? അപ്പോൾ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ആസ് എൻ ഇൻവെസ്റ്റർ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു കാര്യം ഉറപ്പുവരുത്തുക, നിങ്ങൾ ഒരു കൺസൾട്ടൻറ്റിനെ വെച്ചോ ഒരു ഓഡിറ്ററെ വെച്ചോ ഒക്കെ വളരെ വ്യക്തമായിട്ട് ആ കമ്പനിയുടെ പ്രോസ്പെക്ട്സിനെ കുറിച്ച് വ്യക്തമായി പഠിക്കുക. എന്നിട്ട് മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിന് മുതിരുക. ഒപ്പം തന്നെ ഇൻവെസ്റ്റേഴ്സിനെ വിളിക്കുന്ന അല്ലെങ്കിൽ ക്ഷണിക്കുന്ന ഓൺട്രപ്രണേഴ്സിനോട് എനിക്ക് പറയാനുള്ളത് വ്യക്തമായ ബിസിനസ് പ്ലാനുകൾ ഉണ്ടാക്കുക, റിയലിസ്റ്റിക് ആയിട്ടുള്ള ബിസിനസ് പ്ലാനുകൾ. പല ആളുകളും ഒരു മാർക്കറ്റ് മയോപ്പിയാണ് പല ആളുകൾക്കുള്ളത്. നമ്മളുടെ പ്ലാൻ ഏറ്റവും ബെസ്റ്റ് പ്ലാനാണെന്നുള്ള ധാരണയിലാണ് പലരും ഇരിക്കുന്നത്. അതിനൊന്ന് വാലിഡിറ്റി ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഇതൊക്കെ വർക്കൗട്ട് ആവുമോ? വർക്കൗട്ട് ആയില്ലെങ്കിൽ എന്താണ് പ്രശ്നം? നമുക്ക് മാത്രമല്ല പ്രശ്നം പറ്റുന്നത്, നമ്മളെ വിശ്വസിച്ച് ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകൾക്ക് കൂടിയാണ്. അത് വലിയ ജീവിത പ്രശ്നങ്ങളിലേക്ക് വരെ വഴിതെളിക്കുമെന്നുള്ളതാണ് സത്യം. അപ്പോൾ തീർച്ചയായിട്ടും അന്നത്തെ ആ ഒരു കാർ ജേണി, ആ രാത്രിയുള്ള ഒരു കാർ ജേണി, അന്നത്തെ ആ ഒരു താമസം ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ഏറ്റവും ഭീകരമായിട്ടുള്ള രാത്രികളിലൊന്നാണത്. അത് മറക്കാൻ സാധിക്കില്ല. പിറ്റേ ദിവസം കാലത്തുണ്ടായ ഈ ട്രാപ്പും എനിക്ക് മറക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഇൻവെസ്റ്റേഴ്സിനോട് ഞാൻ പ്രത്യേകം വാൺ ചെയ്യുന്നു, അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സിനെ ക്ഷണിക്കുന്ന ഓൺട്രപ്രണേഴ്സിനോട് പ്രത്യേകം വാൺ ചെയ്യുന്നു. വളരെ വ്യക്തമായ പ്ലാനോടുകൂടി, വ്യക്തമായിട്ടുള്ള പ്രൊജക്ഷൻസിനോടുകൂടി, വ്യക്തമായിട്ടുള്ള എത്തിക്സോടുകൂടി മാത്രം ഇതിനെ സമീപിക്കുക. മാത്രമല്ല, നമുക്ക് അവരുടെ വിഷനുമായി ചേർന്ന് നിൽക്കാൻ പറ്റുന്നുണ്ട് എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം കമ്പനികളിൽ നിക്ഷേപിക്കുകയും ചെയ്യുക.